സത്യത്തിൽ ജീവിതത്തിൽ ഇത്രയധികം തത്തകളെ ഞാൻ കണ്ടിട്ടില്ല. ചെന്നൈയിലുള്ള പാരറ്റ് മാൻ എന്നറിയപ്പെടുന്ന പാരറ്റ് സുദർശനൻ ചേട്ടന്റെ വീടിന്റെ വാതിക്കലാണ്. மெய்யழகனுக்கு பிஃபோரே சூர்யா சார் வந்து எனக்கு gift box கொடுத்து அலோ பண்ணுங்க பறவைங்களை. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ചെന്നൈയിലുള്ള പാരറ്റ് മാൻ എന്നറിയപ്പെടുന്ന പാരറ്റ് സുദർശനൻ ചേട്ടൻ്റെ വീടിൻ്റെ വാതിക്കലാണ്. നമ്മളെ അദ്ദേഹത്തിൻ്റെ വീഡിയോകളിൽ പാരറ്റ് വരുന്നു, തീറ്റ തിന്നുന്നു, പറന്നു പോകുന്നു, അങ്ങനെ നിരവധി വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലൊന്നും ഉൾപ്പെടാത്ത വേറെ കുറേ നല്ല കാര്യങ്ങൾ നിങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. കോഴിക്കോടുകാരനായ സുരേഷ് ചേട്ടൻ്റെ കടയുടെ വാതിക്കലാണ്. സുരേഷ് ചേട്ടന് ഈ നമ്മുടെ ഈ പാരറ്റ് സുദർശൻ ചേട്ടൻ്റെ ആ സംരംഭമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ആണ്. ഇവിടെ ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പം ഈ യൂട്യൂബ് വൈറലിന് ശേഷം രണ്ടാമത് ആൾക്കാർ വരുന്നു പോകുന്നുണ്ട്. ഇവിടെ എവിടെ അയക്കുന്നതിലും ഈ ലൊക്കേഷൻ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ സംഗതി ഇവിടെ എത്തിക്കോളും, വണ്ടി ഇവിടെ എത്തിക്കോളും. അതിനുശേഷം മറ്റ് സാധനങ്ങൾ ഇവർ മറ്റ് ഫീസും കാര്യങ്ങളൊന്നും വാങ്ങുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന പിന്നെ കിളികൾക്ക് വേണ്ട ഫുഡ് മാത്രമാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഫുഡ് പോയിട്ട് അലയേണ്ട ഒരു ഗതികേട് വരുന്നവർക്ക് ഉണ്ട്. അത് പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഞാൻ ഇതിൻ്റെ ഇവിടെ തന്നെ കൊടുക്കാന്നുള്ള ഉദ്ദേശത്തിൽ തുടങ്ങി വെച്ചിരിക്കുന്നത്. മെയിനായിട്ട് അതിന്റെ കടലയാണ്, അതായത് പച്ചവേര് കടലയാണ് അതിന്റെ ഉദ്ദേശിക്കുന്നവര്. കടല വറക്കാത്തത് പച്ച മാത്രമാണ്. പിന്നെ കമ്പ്, ചോളം അങ്ങനെ ഇതിൽ വരുന്നുണ്ട്. ഇതില് പിന്നെ അരി ഓൾറെഡി ഇവർക്ക് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. അതായത് മൂട്ടയായിട്ട് അരി റേറ്റ് കുറവാണ് ഇവിടെ. നമ്മുടെ തത്തമ്മയെ കാണാൻ വേണ്ടി നമ്മൾ മുകളിലേക്ക് കയറി വന്നിരിക്കുകയാണ്. അതിൻ്റെ തീറ്റകളാണ് ഇവിടെ നമ്മളിവിടെ നിരത്തി വെച്ചിരിക്കുന്നത്. കടല, ഗോതമ്പ്, അരി, പിന്നെ അതുപോലെ തീന, എല്ലാ വിഭവങ്ങളും നിരത്തി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അതുകൾ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ഇത്രയല്ല കേട്ടോ, ഇനിയും വരാൻ കിടക്കുന്നേ ഉള്ളൂ, ഇതിന് സമയമായിട്ടില്ല. കത്തിക്ക് കൊടുക്കാനുള്ള ഫുഡുകളെല്ലാം നിർത്തി വെക്കുക. ഇങ്ങനെ നിർത്തി കടിയിൽ വെച്ച് കഴിയുമ്പോഴാണ് തത്തകളെല്ലാം വരുന്നതും അത് കുത്തി തിന്നുന്നതും. ആ ഒരു രസം അറിയണമെന്നുണ്ടെങ്കിൽ അതുങ്ങളിത് വന്ന് കഴിക്കുന്നത് കാണുന്നതാണ് ഏറ്റവും വലിയ രസം. പ്രാവിൻകൂട്ടമാണ് എത്തിക്കഴിഞ്ഞിരിക്കുന്നത്. അടിപൊളി കണ്ടോ, എല്ലാവരും വന്നിരിക്കുകയാണ്. ആദ്യം ആ തത്തകളെല്ലാം ക്ഷമയോടെ മാറിയിരിക്കുക. ആദ്യം പ്രാവുകൾ കഴിക്കട്ടെ എന്നുള്ളതാണ്. അടിപൊളിയാണ്ടോ. അടിപൊളി. എൻ്റെ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ ഇത്രയും തത്തകളെ ഒരുമിച്ച് കണ്ടിട്ടില്ല. ശരിക്കും സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ക്രിക്കറ്റ് ഗ്രൗണ്ടിലൊക്കെ ഒരു പരവതാനി, പച്ച പരവതാനി വിരിച്ച അതേ ഒരു ഫീലിങ്സാണ്. അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. ഇത് എല്ലാ ദിവസങ്ങളിലും ഇവിടെ പതിവായി ചെയ്യുന്നൊരു പ്രക്രിയയാണ്. കാരണം പാരറ്റുകൾക്ക് ഫുഡ് കൊടുക്കുക എന്നുള്ളത്. ஒரு 15 to 16 இயர்ஸ் எங்களுக்கு நான் சேவை பண்றேன் சார். ஆஃப்டர் மெய்யழகன் many peoples are coming here. Before the foreigners are came, they know in Google my name is Parrot Sudarshan. ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടാണ് വിദേശത്തു നിന്ന് വരും ആൾക്കാർ. ஆமா, ஸ்காட்லாண்ட், ரஷ்யா, சுவிட்சர்லாண்ட், அங்கேருந்து கனடாலேருந்துலாம்
முதல்ல இருந்தே வருவாங்க. இங்க 2-3 மூவி எடுத்திருக்காங்க. சிங்கப்பூர் சலூன், மெய்யழகன், மெனி மூவிஸ் ஷூட் ஹியர். மெய்யழகனுக்கு பிஃபோரே சூர்யா சார் வந்து எனக்கு gift பாக்ஸ் கொடுத்து அலோ பண்ணுங்க பறவைங்களை மெய்யழகன் படம் எடுக்கிறதுக்கு நான் அலோ பண்ணேன். நான் பணம் வாங்குறது இல்லை, எந்த ஷூட்டிங்க்கும் பப்ளிக்கிட்டையும் பணம் வாங்குறது இல்லை. நோ டொனேஷன், நோ டிக்கெட்ஸ். தத்தைகளுக்கு மட்டும் வேர்க்கடலை வாங்கி தரலாம். ஒன்லி இந்த நீங்களும் வாங்க பாருங்க, புண்ணிய காரியம். പുണ്യം പണണില്ല. തീർച്ചയായിട്ടും കിളികൾക്കാണെങ്കിലും മനുഷ്യർക്കാണെങ്കിലും ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ പുണ്യമായിട്ടുള്ള ഒരു കാര്യം. நிறைய மரங்கள் கட் பண்ணிட்டு ஒரு 1000-2000 மரங்கள் சிட்டியில கட் பண்ணிட்டாங்க. அதனால நான் என்ன பண்றேன், இவங்களுக்கு வீடு ஃபுட்டும் இல்லை. அதனால இவங்க இந்த ஃபுட்டுக்கு என் வீட சேட்டன் வீடு சுதர்சன் வீடுக்கு தேடி வந்துருதுங்க. நான் இது டெய்லி என்ஜாய் பண்றேன். ஏன்னா என்னோட பெயின் இப்படியே போயிடுது. ஆமா, കുറച്ചു നേരം തന്നെയാണല്ലോ നമ്മൾ ഇരുന്നപ്പോ തന്നെയാണല്ലോ നല്ലൊരു മനസ്സിലൊരു ஆமா மனசுல எந்த ஃபீலிங்ஸ் இருக்காது. இங்க சிரஞ்சீவி நிறைய செலிபிரிட்டிஸ் வராங்க. அவங்களோட பர்த்டே, மம்மி பர்த்டே, டாட்டர் பர்த்டே, இந்த மாதிரி செலிபிரிட்டிஸோட பர்த்டே பிக் பாஸ்ல வின் பண்றாங்க இல்லையா, அவங்க எல்லாம் இங்க வராங்க வின் பண்ண உடனே. ഇത് സത്യം പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞങ്ങള് കാണുകയാണ്. ஆமா, இயற்கை இல்லையா, எவ்வளவு தத்தைகள் பாருங்க. செகண்ட் ரவுண்ட்ல எவ்வளவு பசிக்கு வந்திருக்கேன் பாருங்க. சூப்பர், நல்ல பாத்தீங்களா? இது நீங்க வேற எங்கன்னா ஒரு தத்தையாவது பார்க்க முடியுமா? ஆமா, இங்க ஒரு தத்தையை வச்சுக்கின்னு மேஜிக் காட்டுது. ஆமா, இங்க எத்தனை தத்தை ஆயிரக்கணக்குல வருது. நீங்களும் நிறைய மரங்கள் நடுங்க. மரங்கள் நட்டா இவங்களுக்கு ஃபுட்டு கிடைக்கும். கிளிகள் இல்ல, பறவைகளுக்கு ஃபுட்டு கிடைக்கும், வீடு கிடைக்கும், நம்மளுக்கு ஆக்சிஜன் கிடைக்கும், நம்ம பிடி வளரும், நம்ம குழந்தைகள் நேச்சரோட வாழ்ந்தா ആരോഗ്യത്തോടെ വാഴலாம். സത്യത്തിൽ ജീവിതത്തിൽ ഇത്രയധികം തത്തകളെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടു കാണുമെന്ന് അറിയത്തില്ല. പക്ഷെ എന്നാലും വളരെ രസകരമായ നല്ലൊരു കാഴ്ചയായിരുന്നു, അടിപൊളിയായിരുന്നു. നമ്മുടെ സുദർശൻ സാറിൻ്റെ വീടിൻ്റെ മട്ടുപ്പാവിലായിരുന്നു ഈ കാഴ്ച. അപ്പം നമുക്ക് ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം. ടാറ്റാ.